വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയാജിത്. അങ്ങനെ നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന് നമ്മുടെ കേട്ടറ്റ് എക്സാമിന്റെ ആദ്യത്തെ കാറ്റഗറി എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എക്സാം ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ അധികം ചോദ്യങ്ങളുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്ന ഒരു മാർക്ക് അത് അച്ചീവ് ചെയ്യാൻ പാകത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇത്തവണ പരീക്ഷ ഭവൻ കൊടുത്തിട്ടുള്ളത്. നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളൊന്നും തന്നെ സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഇനി മാത്സ് ആണ് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. 30 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങളിൽ 30 മേടിക്കാനായിട്ട് നമുക്ക് പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. കൂടുതൽ കുഴപ്പിക്കുന്ന തരത്തിലുള്ള തിയറീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ക്ലാസ് മുറിയിൽ അനുഭവാധിഷ്ഠിത പഠന പ്രവർത്തനങ്ങൾ ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ പെടാത്തത് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. പഠനോപകരണങ്ങൾ ഉപയോഗിക്കരുത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയേ. പഠന പ്രവർത്തനങ്ങളെ കുറിച്ച് ധാരണയുണ്ടായിരിക്കണം അല്ലെ. അനുഭവാധിഷ്ഠിത പഠനം കൊടുക്കുമ്പോൾ അവിടെ പഠന പ്രവർത്തനങ്ങളെ കുറിച്ച് ധാരണയുണ്ടായിരിക്കണം. കുട്ടികളുടെ പൂർണ്ണ സമർപ്പണം ഉറപ്പാക്കണം. പഠനാനുഭവങ്ങളുടെ പ്രതിഫലനം നടത്താൻ അവസരമൊരുക്കണം. അപ്പൊ പെടാത്തത് നോട്ട് അല്ലെ. നോട്ട് ഇൻക്ലൂഡഡ് വൈൽ പ്രിപ്പയറിംഗ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആക്ടിവിറ്റീസ് ഇൻ ദ ക്ലാസ് റൂം. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി അനുസരിച്ച് ഒരു കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ബേസിക് നീഡ്സിൽ നിന്നും ഹയസ്റ്റ് ലെവലിലോട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാസ്ലോ നീഡ്സ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിലെ ചോദ്യത്തിൽ കൃത്യമായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം. അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യം എന്ന് പറയുമ്പോൾ അതേതാണ്, ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, ശാരീരിക ആവശ്യം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എന്ന കൃതിയുടെ കർത്താവ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അവിടെ സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് B.F. സ്കിന്നർ ആണ്. B.F. സ്കിന്നറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ തിയറി, ഓപ്പറന്റ് കണ്ടീഷനിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വർക്കിലാണ്. ഓക്കെ. ഇനി നാലാമത്തെ ചോദ്യം, വളർച്ചയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത്. വളർച്ച എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഗ്രോത്ത് ആണ് അല്ലെ. അപ്പൊ ഗ്രോത്തിന്റെ പ്രത്യേകതയിൽ പെടാത്തത്, കോശവർദ്ധനവ്, രൂപത്തിലും പിണ്ഡത്തിലുമുള്ള വർദ്ധനവ്, പരിപക്വനം സംഭവിക്കുന്നതോടെ നിൽക്കുന്ന പ്രക്രിയ, ജനനം മുതൽ മരണം വരെ അനസ്യൂതം നടക്കുന്നു. ഗ്രോത്തിന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. ജനനം മുതൽ മരണം വരെ നടക്കുന്നത് ഏതാണ്, ഡെവലപ്മെന്റ് ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസ് മുറിയിൽ പുസ്തകം തുറന്ന് ഇരിക്കാൻ മടിയുള്ള കുട്ടിയാണ് ലിൻഡോ. ടീച്ചർ പറയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പറ്റുന്നില്ല. ഈ പ്രശ്നത്തെ കണ്ടെത്തി പരിഹരിക്കാൻ താഴെ പറയുന്നവയിൽ ഏത് മാർഗമാണ് കൂടുതൽ ഉചിതമായി ഉപയോഗിക്കാൻ പറ്റുക. ഇവിടെ ലിൻഡോ എന്ന് പറയുന്ന ഒരു കുട്ടീനെ കുറിച്ച് മാത്രമേ നമുക്ക് അറിയുള്ളൂ. സോ ഏതാണ്, കേസ് സ്റ്റഡി ആണ്, ഏക വ്യക്തി പഠനം. ഇനി നെക്സ്റ്റ് ആറാമത്തെ ചോദ്യം, പഠന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ വിലയിരുത്തി പഠന നേട്ടങ്ങളുടെ അളവ് കണ്ടെത്തുന്ന രീതി. ഇവിടെ കൃത്യമായിട്ട് പഠന നേട്ടങ്ങളുടെ അളവ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കുട്ടികൾ കണ്ടെത്തിയിട്ടുള്ള ചില അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ചില പ്രൊഡക്ട്സ് ഉണ്ട്. ആ പ്രൊഡക്ട്സിന്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികളെ ഇവിടെ അസസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് പോർട്ട്ഫോളിയോ വിലയിരുത്തലാണ്. പോർട്ട്ഫോളിയോ വിലയിരുത്തൽ. അടുത്ത ചോദ്യം, ഭാഷ കേട്ട് മനസ്സിലാക്കാനും പറയാനും വായിക്കാനും എഴുതാനും കണക്ക് കൂട്ടാനുമുള്ള ശേഷികൾ നേടുന്നതിലും ഉപയോഗിക്കുന്നതിലും കാര്യകാരണ വിചിന്തനത്തിലും വരുന്ന ഒരു കൂട്ടം വ്യത്യസ്ത വൈകല്യങ്ങൾ അല്ലെ. ഒരു കൂട്ടം വ്യത്യസ്ത വൈകല്യങ്ങളെ പറയുന്ന പേരെന്താണ്, പഠന വൈകല്യങ്ങൾ അല്ലെ. വായിക്കാൻ, എഴുതാൻ, അർത്ഥം മനസ്സിലാക്കാൻ, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് പഠന വൈകല്യം. നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ, ഇതെല്ലാം തന്നെ എന്താണ്, എഴുത്തായിട്ട് വായനയായിട്ട് മോട്ടോ സ്കിൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന വൈകല്യങ്ങളാണ്. അതിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നതാണ് ലേണിംഗ് ഡിസബിലിറ്റീസ്. ഓർക്കുന്നുണ്ടല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരേ തരം പരിമിതിയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള പരിരക്ഷയും പരിശീലനവും പകൽ സമയം മാത്രം നൽകുന്ന സ്ഥാപനം. പ്രൊട്ടക്ഷൻ ആൻഡ് ട്രെയിനിങ് provided for children with disabilities of the same type offered only during daytime is an institution called. പകൽ സമയത്ത് ഒരേ തരത്തിൽ വൈകല്യമുള്ള കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന സ്ഥാപനമാണ് സ്പെഷ്യൽ ഡേ സ്കൂൾ എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഡേ സ്കൂൾ. 9th ക്വസ്റ്റ്യൻ,
പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ എത്തുന്ന കുട്ടിയുടെ വികാസഘട്ടത്തെ വിളിക്കുന്ന പേര് പ്രീ പ്രൈമറി ഘട്ടമാണ്. പ്രീ പ്രൈമറി ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഒരു ലെവലാണ് അത് പ്രീ പ്രൈമറി ക്ലാസ്സസ്. പ്രീ പ്രൈമറി ക്ലാസ്സിൽ എത്തുമ്പോൾ കുട്ടി ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്? ആദ്യ ബാല്യം അല്ലെ, ഏർലി ചൈൽഡ്ഹുഡ് പീരിയഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബുദ്ധി, അഭിക്ഷമതകൾ, മനോഭാവം, സംസ്കാരം എന്നിവയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കുട്ടിയെ ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കൂടുതൽ പ്രാപ്തമാക്കിയ ഘടകം, കൂടുതൽ പ്രാപ്തമാക്കിയിട്ടുള്ള ഘടകം ഇവിടെ കൊടുത്തിട്ടുള്ളത് ബുദ്ധി വരുന്നു, അഭിക്ഷമത, മനോഭാവം, സംസ്കാരം. അഭിക്ഷമതയാണെങ്കിലും നമ്മുടെ സംസ്കാരമാണെങ്കിലും നമ്മുടെ മനോഭാവമൊക്കെ ആണെങ്കിലും ഇത് നമ്മൾ ആഫ്റ്റർ ബർത്ത് ആണ് അക്വയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മില് ആഫ്റ്റർ ബർത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കുള്ള കാരണക്കാരെന്ന് പറയുന്നത് ഏതാണ്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. സോ പരിസരം, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 11. PWD ആക്ട് പാസ്സാക്കിയ വർഷം. PWD ആക്ട് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ്. ഇവിടെ ആ ആക്ടിനെ കുറിച്ച് സാധാരണഗതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ഇവിടെ എന്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ? എന്നാണ് ആ ഒരു നിയമം പാസ്സാക്കിയിട്ടുള്ളത്? പാസ്സാക്കിയിട്ടുള്ളതാണ് 1995. നെക്സ്റ്റ് ചോദ്യം 12. ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയ രൂപീകരണ പ്രക്രിയകളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനം നടക്കുന്ന ഘട്ടം ഏതാണ്? ഈ ഒരു ചോദ്യത്തിന് ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള പഠനം നടക്കുന്ന ഘട്ടം. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. ബിംബന ഘട്ടം, വസ്തുനിഷ്ഠ ഘട്ടം, പ്രവർത്തന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോ 2 ചോദ്യങ്ങളിലും വ്യത്യസ്തത കാണാനായിട്ട് പറ്റും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഫൈനൽ ആയിട്ട് സ്വീകരിക്കേണ്ടത് ഏതാണ്? ഇംഗ്ലീഷിലെ ചോദ്യങ്ങളാണ്. സോ ഇവിടെ ഇംഗ്ലീഷിലെ ചോദ്യം ഒന്ന് നോക്കിയേ. അക്കോർഡിംഗ് ടു ബ്രൂണർ, which stage involves learning through engaging in activities during the process of concept formation? ഇവിടെ ലേണിംഗ് നടക്കുന്നത് എങ്ങനെയാണ്? പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടാണ്. അപ്പൊ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ഏത് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്? ഇനാക്റ്റീവ് സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇനാക്റ്റീവ് സ്റ്റേജ്. ഇവിടെ ബി വസ്തുനിഷ്ഠ ഘട്ടം എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സി പ്രവർത്തന ഘട്ടം എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഇവിടെ നമുക്ക് ഇനാക്റ്റീവ് സ്റ്റേജ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇനി 13ാമത്തെ ചോദ്യം. ചിത്രം വരച്ച് നിറം നൽകലിനോട് 5 വയസ്സിൽ കൂടുതലുള്ള ഒരു കുട്ടി താല്പര്യം കാണിക്കുന്നു. ഏത് തരം വികസനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്? ചിത്രം വരച്ച് എന്ത് ചെയ്യാണ്? നിറങ്ങൾ കൊടുക്കുകയാണ് അല്ലെ. നിറങ്ങൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പേശികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യാം. അപ്പൊ ഇവിടെ വികസിച്ചിട്ടുള്ളത് എന്താണ്? ഭാഷാപരമാണോ, സാമൂഹികപരമാണോ, സ്ഥൂലപേശി വികാസമാണോ, സൂക്ഷ്മപേശിയാണോ? സൂക്ഷ്മപേശിയാണ് അല്ലെ. കുഞ്ഞു കുഞ്ഞു മസിൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഡെവലപ്മെന്റ് ഓഫ് ഫൈൻ മോട്ടോ സ്കിൽസ്. ഓക്കെ, ഫൈൻ മോട്ടോ ഡെവലപ്മെന്റ്. 13ാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 14. ദൃശ്യസ്ഥലപരമായ ബുദ്ധി, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ് കൂടുതലുള്ള തന്റെ ക്ലാസ്സിലെ കുട്ടിക്ക് നൽകാവുന്ന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ 4 പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 പ്രവർത്തനങ്ങളിൽ ഏതാണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധിശക്തി കൂടുതൽ കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ? ഭാഷയിലെ വിവിധ വ്യവഹാര രൂപങ്ങൾ നിർമ്മിക്കുക, പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുക, സ്കൂളിന്റെ പ്ലാൻ വരയ്ക്കുക, കൊളാഷ് നിർമ്മിക്കുക. ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് 2 എണ്ണമാണ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. സോ ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? സ്കൂളിന്റെ പ്ലാൻ വരയ്ക്കുക, കൊളാഷ് നിർമ്മിക്കുക. ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം ശരി. 15ാമത്തെ ചോദ്യം. അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. അഡാപ്റ്റീവ് ടീച്ചിങ്, അതായത് അഡാപ്റ്റീവ് ടീച്ചിങ് മാനുവൽ ആണ് തയ്യാറാക്കുന്നത്. അനുരൂപീകരണ ടീച്ചിങ് മാനുവൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അഡാപ്റ്റീവ് ടീച്ചിങ് മാനുവൽ ഉപയോഗിക്കുന്നത്. അതായത് പലതരത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. അവർക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകാൻ പാകത്തില് നമ്മൾ എന്ത് തയ്യാറാക്കുകയാണ്? ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുകയാണ്. അപ്പൊ അതില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെയും നമുക്ക് 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് അനുയോജ്യം? പഠനബോധന തന്ത്രങ്ങൾ തയ്യാറാക്കൽ, എല്ലാ കുട്ടികൾക്കുമുള്ള പ്രവർത്തനം മാത്രം മതി, വിലയിരുത്തൽ, പരിഹാര ബോധന പ്രവർത്തനം. ഇതിലേതാണ് വരിക? എല്ലാം ശരി, 1ഉം 2ഉം ശരി, 1ഉം 3ഉം 4ഉം ശരി, 1ഉം ശരിയല്ല. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ
സി ആണ്. നമുക്ക് ഒന്ന് കൊടുക്കാം, കുട്ടികളുടെ പഠനം നടക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പഠന ബോധന തന്ത്രങ്ങൾ തയ്യാറാക്കാം. എല്ലാ കുട്ടികൾക്കുമുള്ള പ്രവർത്തനം മാത്രം മതി. അതായത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു, അത് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് എവിടെ ചേർന്നതല്ല, ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ചേർന്നതല്ല. അതൊരിക്കലും എന്തല്ല, അഡാപ്റ്റീവ് ടീച്ചിങ് മാനുവൽ അല്ല. അപ്പോ രണ്ടൊഴികെ ബാക്കിയുള്ളതൊക്കെ തന്നെയും എന്താണ്, വിലയിരുത്തൽ വേണം. പരിഹാര ബോധന പ്രവർത്തനങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. 1, 3, 4 ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 16ാമത്തെ ചോദ്യം, വികാസ തത്വങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ട് ഒരു അധ്യാപികയ്ക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളിൽ പെടാത്തതേത്? പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. പെടാത്തത് കുട്ടികളിൽ വ്യത്യാസം നിലനിൽക്കുന്നു എന്ന് അറിയാൻ പറ്റും. അത് കറക്റ്റ് ആണ് അല്ലെ, ടീച്ചർക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പരിസരത്തെ കുട്ടിക്ക് അനുഗുണമാക്കാം എന്ന് മനസ്സിലാക്കാൻ പറ്റും, അതും കറക്റ്റ് ആണ്. ടീച്ചർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ സി എന്താണ്, കുട്ടികളുടെ കഴിവുകൾക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകാതെ ക്ലാസ് റൂം പഠനത്തിന് മാത്രം പ്രാധാന്യം നൽകാൻ പറ്റും. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. കാരണം എന്താണ്, അധ്യാപികയ്ക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം 17. താഴെ പറയുന്നവയിൽ കുട്ടി ഒരു ശാസ്ത്ര പര്യവേഷകയാണ് എന്ന ആശയത്തെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന പ്രസ്താവന തിരഞ്ഞെടുക്കുക. കുട്ടി ഒരു ശാസ്ത്ര പര്യവേഷകയാണ്. ഓക്കെ, ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ സി ആണ്. ചുറ്റുപാടുമായി ഇടപഴകുകയും പരീക്ഷണങ്ങളിലൂടെ നിഗമനങ്ങളിൽ എത്തുകയും ചെയ്യും. പര്യവേഷക, കണ്ടുപിടിക്കുക, നിരീക്ഷണ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട് കണ്ടുപിടിക്കുക, ആ ഒരു അർത്ഥമാണ് ഇവിടെ ഓപ്ഷൻ സിയിൽ വരുന്നത്. ഓക്കെ, 18ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രക്തസംബന്ധമായ ഒരു രോഗാവസ്ഥ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലെ. ഇപ്പൊ രക്തസംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ എന്ന് പറയുന്നത് അനീമിയാണ്. നമുക്കറിയാം അനീമിക് ആവുക എന്നൊക്കെ പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ ബ്ലഡിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് ഈ അനീമിയ എന്ന് പറയുന്ന ഒരു അസുഖം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 19ാമത്തെ ചോദ്യം, അധ്യാപക കേന്ദ്രീകൃത പഠന രീതികളിൽ പെട്ടത് ഏതാണ്? ഡെമോൺസ്ട്രേഷൻ രീതിയാണ് അല്ലെ. അപഗ്രഥന രീതിയാണെങ്കിലും പ്രൊജക്ട് മെത്തേഡ് ആണെങ്കിലും പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ആണെങ്കിലും അവിടെ ഒക്കെ എന്താണ്, വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയാണ്. കുട്ടികൾക്കാണ് അവിടെ കേന്ദ്രസ്ഥാനം വരുന്നത്. ഡെമോൺസ്ട്രേഷൻ രീതിയിൽ ടീച്ചറാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങള് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഡെമോൺസ്ട്രേഷൻ രീതിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 20. ലെവ് വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വൈജ്ഞാനിക വികാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഘടകം. വളരെ മിനിമൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം അല്ലെ. ഏതാണ് ഘടകം? സാമൂഹിക ഇടപെടലുകൾ, സോഷ്യൽ ഇന്ററാക്ഷൻസിന്റെ ഭാഗമായിട്ടാണ് പഠനം നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21. പഠന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ അതിന്റെ ഫലപ്രാപ്തി വിലയിരുത്തൽ നടത്തുന്നത് ഏത് തരം വിലയിരുത്തലാണ്? പഠന പ്രക്രിയയോടൊപ്പം തന്നെ നമ്മൾ വിലയിരുത്തുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? പഠനം നല്ലപോലെ നടക്കാൻ വേണ്ടിയിട്ടാണ്. പഠനത്തിനായുള്ള വിലയിരുത്തൽ. 21ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം 22. ചെറിയ ക്ലാസ്സുകളിൽ എല്ലാവരുടെയും സഹകരണം ഉറപ്പാക്കണമെങ്കിൽ കൊടുക്കാവുന്ന പ്രവർത്തനം. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഫലപ്രദമായിട്ട് പഠനം നടക്കണമെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്? പലതരത്തിലുള്ള ഗെയിംസുകളാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. സംഘകളികൾ അല്ലെ, ഗ്രൂപ്പ് ഗെയിംസ്. ചെറിയ കുട്ടികൾക്ക് കളികളിൽ കൂടെ പഠിക്കുന്നതാണ് താല്പര്യം. ഈ കളി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് തിരഞ്ഞെടുക്കാം? കഥ പറച്ചിലോ പാട്ടുപാടലോ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 22ാമത്തെ ചോദ്യം 23. ശിശു സൗഹൃദ പഠനാന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ പ്രൈമറി ക്ലാസ്സുകളിൽ ഏറ്റവും അനുയോജ്യമായ പഠന മാധ്യമം ഏതാണ്? കുട്ടികളുടെ ഇടയിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു പഠനാന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ അത് അവരുടെ ഭാഷയിൽ വേണം പഠിപ്പിക്കാനായിട്ട് അല്ലെ. മദർ ടങ്, മാതൃഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. 24ാമത്തെ ചോദ്യം ചെറിയൊരു പ്രശ്നമുള്ള ഒരു ചോദ്യമാണ്. 24. യൂണിസെഫിന്റെ 2003 കണക്കനുസരിച്ച് മിതമായ മൈൽഡ് ഓർ മോഡറേറ്റ് മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ എത്ര ശതമാനം വരെയുള്ളവരെ പൊതുവിദ്യാലയത്തിൽ ചേർത്ത് പഠിപ്പിക്കാനാവും? ഈ ഒരു കണക്കില് നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ PWD ആക്ട് അനുസരിച്ചിട്ടും അതേപോലെ തന്നെ ഈ മൈൽഡ് മോഡറേറ്റ് എന്ന് പറയുന്ന ഒരു IQ ലെവലും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ നിലവില് ഇന്നത് മാത്രമാണ് എന്റെ ആൻസർ പറയാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. സ്റ്റിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ സാധാരണഗതിയിൽ മൈൽഡ് ഓർ മോഡറേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് ഒരു 50% മുകളിലുള്ള കുട്ടികളെയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 50% വരെ IQ ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാം? സാധാരണ ഒരു ക്ലാസ് റൂമിൽ ഇരുത്തി പഠിപ്പിക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഡൗട്ട് വരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് സാധാരണ നമുക്ക് എന്ത് ചെയ്യാം,
ഒരു 50% എന്നുള്ളത് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റിൽ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ് 24. ഇനി 25ാമത്തെ ചോദ്യം, പിയാഷെയുടെ അഭിപ്രായത്തിൽ ചിന്താ പ്രക്രിയയുടെ വികാസത്തിന് നിദാനമായ 4 ഘടകങ്ങളിൽ പെടാത്തത്. പിയാഷെ പറയാത്ത കോൺസെപ്റ്റ് അല്ലെ, അദ്ദേഹത്തിന്റെ തിയറിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത കോൺസെപ്റ്റ് ഇതിൽ ഏതാണ്? പ്രബലനമാണ് അല്ലെ. പ്രബലനം എന്നുള്ളത് സ്കിന്നറിന്റെ കോൺസെപ്റ്റ് ആണ്, അത് പിയാഷെയുടെ കോൺട്രിബ്യൂഷൻ അല്ല. ഇനി 26ാമത്തെ ചോദ്യം, കുട്ടിയുടെ സ്വയം തിരുത്തൽ സ്വഭാവം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സ്വയം തിരുത്താനായിട്ടുള്ള കുട്ടിയുടെ കഴിവ് അതെന്താണ്? അനുഭവങ്ങളിലൂടെയും ഫീഡ്ബാക്കുകളിലൂടെയും സ്വന്തം ധാരണകൾ പരിഷ്കരിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി 27ാമത്തെ ചോദ്യം, ഒരു കുട്ടി ഗണിത ക്രിയകൾ ചെയ്യുമ്പോൾ ആവർത്തിച്ച് തെറ്റുകൾ വരുത്തുന്നു. ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നങ്ങൾ വരുന്നത്? അതിനു വേണ്ടിയിട്ട് തെറ്റിലേക്ക് നയിക്കുന്ന പ്രയാസം തിരിച്ചറിയാൻ കുട്ടിയെ പ്രാപ്തമാക്കുന്നു. എന്തുകൊണ്ടാ തെറ്റ് സംഭവിക്കുന്നു എന്നുള്ള കാര്യം കുട്ടിക്ക് എന്ത് ചെയ്യാം? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി 28ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന ഒരു സാഹചര്യ ഘടകമായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്? സാഹചര്യ ഘടകം, ബുദ്ധിശക്തി, ശാരീരികാരോഗ്യം, ബോധന രീതികൾ, വിഷയത്തോടുള്ള താല്പര്യം. ഇവിടെ സാഹചര്യ ഘടകം എന്ന് പറയുന്നത് ബോധന രീതികളാണ് അല്ലെ. ബാക്കി ബുദ്ധിശക്തി ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും ഇൻട്രസ്റ്റിന്റെ സബ്ജക്റ്റ് ആണെങ്കിലും അതെന്താണ്? പഠനത്തിനെ സ്വാധീനിക്കുന്ന വൈയക്തിക ഘടകങ്ങളാണ്. ഓക്കെ, ഇനി 29ാമത്തെ ചോദ്യം, കുട്ടികളുടെ പരാജയ കാര്യങ്ങളിൽ പെടുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഇതില് കുട്ടികൾ പരാജയപ്പെടാനായിട്ടുള്ള കാരണങ്ങളിൽ ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്? ഭയം, പഠന പിന്തുണയില്ലായ്മ, വിദ്യാർത്ഥി കേന്ദ്രീകൃത ബോധന രീതി, മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്. ഇതില് പഠനത്തില് പരാജയം സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്ന് പറഞ്ഞ് ഭയമായിരിക്കാം, പഠനത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ ഇല്ലാത്തതായിരിക്കാം, മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിരിക്കാം, കുട്ടിക്ക് ഫിസിക്കലി അത്ര ഓക്കെ അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്തിലേക്ക് കാരണമാവും? പരാജയത്തിന് കാരണമാവും. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 4, 5. വിദ്യാർത്ഥി കേന്ദ്രീകൃത ബോധന രീതി വന്നു കഴിഞ്ഞാൽ അവിടെ എന്തല്ല, കുട്ടി പരാജയപ്പെടുകയല്ല ചെയ്യുക, പിന്നെ എന്താണ് ചെയ്യുക? കുട്ടി വിജയിക്കാനുള്ള സാധ്യതയാണ് അവിടെ കൂടുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 30. ചിരിച്ചീരിട മധ്യേ താൻ കരയുന്നിതു ബാലകൻ. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റില് ബാല്യത്തിലെ വികാരങ്ങളുടെ ഏതുതരം പ്രത്യേകതയാണ് ഈ വരികളിൽ ചൂണ്ടിക്കാട്ടുന്നത്? ചിരിച്ചീടിന മധ്യേ താൻ കരയുന്നിതു ബാലകൻ. ചിരിക്കുന്നതിനിടയ്ക്ക് എന്തും കൂടെ ചെയ്യുന്നുണ്ട് കുട്ടി? ഇവിടെ കരയുന്നുണ്ട്. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ വളരെ ചെറിയ ഒരു സമയത്തേക്ക് മാത്രമാണ് കുട്ടികളുടെ ഇമോഷൻസ് വരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഏതാണ്? ക്ഷണികത. ക്ഷണികതയാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കേട്ടറ്റ് കാറ്റഗറി 1 30 സൈക്കോളജി ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിപ്പോ ആ യൂണിസെഫിന്റെ ഒരു കോൺസെപ്റ്റ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്? നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. യൂണിസെഫിന്റെ കാര്യം ഒരു ചെറിയ ഡൗട്ട് ഉള്ളത് അതൊഴികെ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 29 മാർക്കും എവിടെ നമുക്ക് ഉറപ്പിക്കാം? സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.